അല്പസമയ ചിന്തയ്ക്കായിട്ട് ഒരു വേദവചനം വായിക്കുന്നു. 113 സങ്കീർത്തനത്തിൻ്റെ 7 വാക്യം. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ ദൈവവചനത്തിനായി കർത്താവിന് സ്തോത്രം. പ്രിയരെ, ഈ സങ്കീർത്തനം ആര് എഴുതി എന്ന് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും 110 മുതലുള്ള സങ്കീർത്തനങ്ങൾ ദാവീദിൻ്റെ സങ്കീർത്തനമാണെന്നാണ് പൊതുവെ ചിന്തിക്കുന്നത്. കാരണം ഇത് എഴുതിയിരിക്കുന്ന രീതികൾ എല്ലാം ഒരേപോലെയാണ്. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾക്കൊരു പ്രത്യേകത, ദാവീദിൻ്റെ രീതിയിൽ ഒരു പ്രത്യേക രീതിയിലാണ് ദാവീദ് സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. അവൻ്റെ ഓരോ ഉച്ചാരണത്തിനും അവൻ്റെ ഓരോ വാക്കിലും അവൻ്റെതായ പ്രത്യേകത ചില കാര്യങ്ങൾ, ദൈവത്തോടുള്ള ഭക്തിയോടുള്ള ബന്ധത്തിൽ അവൻ ദൈവത്തിൽ നിന്ന് അനുഭവിച്ചതും ദൈവത്തോടുകൂടെ നടന്നതും അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തിരുന്നതായ ദാവീദ് വ്യക്തിപരമായി ദൈവത്തിൽ നിന്ന് അനുഭവിച്ച അനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ, ദൈവത്തിൽ നിന്ന് അവന് ലഭിച്ച വെളിപ്പാടുകളുടെ ബന്ധത്തിൽ അവൻ്റെ രീതിക്ക്, അവൻ്റെ ഉച്ചാരണത്തിന് ഒരു പ്രത്യേകത മറ്റുള്ള സങ്കീർത്തനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. മോശയുടെ സങ്കീർത്തനം വായിക്കുമ്പോൾ മറ്റ് ആസാഫിൻ്റെ സങ്കീർത്തനം വായിച്ചാലും മറ്റുള്ള കോരഹപുത്രന്മാരുടെ സങ്കീർത്തനം വായിച്ചാലും ഒരു ദൈവമാണെങ്കിലും ദൈവം ദൈവജനത്തോട് ഇടപെടുന്ന ദൈവവും ദൈവജനവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവജനം ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ആ രീതി വ്യത്യസ്തമാണ്. ഒരു ദൈവത്തിൽ നിന്ന് വ്യത്യസ്തങ്ങളായ മനുഷ്യരിലേക്ക് വ്യത്യസ്തമായ രീതിയിലാണ് ദൈവം ഇടപെടുന്നത്. എപ്പോഴും ദൈവം എല്ലാ വ്യക്തികളെയും ഒരേപോലെയല്ല ദൈവത്തിൻ്റെ ഇടപെടൽ ഒരുപോലെയുള്ള ഇടപെടലല്ല ദൈവത്തിനുള്ളത്. വ്യത്യസ്തങ്ങളായ വ്യക്തികളോട് വ്യത്യസ്തമായ രീതിയിലാണ്. ശീമോൻ പത്രോസിനോട് ദൈവം ഇടപെട്ട രീതിയിലല്ല യാക്കോബിനോടോ യോഹന്നാനോടോ ഇടപെട്ടിരുന്നത്. ആന്ത്രയോസിനോട് ദൈവം ഇടപെട്ടതുപോലെയല്ല നദയാനിലൂടെ ദൈവം ഇടപെട്ടിരുന്നത്. വ്യത്യസ്തങ്ങളായ രീതിയിലാണ് അത്രേ കർത്താവ് സൃഷ്ടിച്ച ഓരോ മനുഷ്യനും വ്യത്യസ്തങ്ങളായ വ്യക്തിത്വം ദൈവം കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവരുടെ ഇടപെടലുകളും കർത്താവിൻ്റെ ഇടപെടലുകളും ഓരോ വ്യക്തിയോടും വ്യത്യസ്തമായ രീതിയിലാണ്. ആകയാൽ ഈ സങ്കീർത്തനം 113 സങ്കീർത്തനത്തിൻ്റെ ഉച്ചാരണ രചന രീതികൾ രചിച്ചിരിക്കുന്നതനുസരിച്ച് ഉച്ചരിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ജോയിൻസുകൾ ജന്മത്തിൽ അപ്പോൾ അത് രചിച്ചിരിക്കുന്ന രചനാ രീതികൾ ദാവീദിൻ്റെ മറ്റുള്ള സങ്കീർത്തനവുമായിട്ട് താരതമ്യം ചെയ്യുവാൻ പറ്റുന്നതായതുകൊണ്ട് ഇതും ദാവീദ് രചിച്ച സങ്കീർത്തനമാണെന്ന് ചിന്തിക്കാം. തെളിവുകളൊന്നുമില്ല. അതിൻ്റെ 7 വാക്യത്തിൽ പറയുന്നു, കർത്താവ് അവൻ ദൈവം, അതായത് കർത്താവ് എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്നു. ഇവിടെ 2 സബ്ജക്റ്റാണ്. ദൈവം ഒരു ദൈവ പൈതലിനുള്ള ബന്ധത്തിൽ ദൈവം ഒരാളെ എഴുന്നേൽപ്പിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നത് എളിയവനെയാണ്. അവൻ എളിയവനെയാണ് ആദരിക്കുന്നത്. എളിയ ജനത്തെയാണ് ദൈവം ആദരിക്കുന്നത്. എത്രയും ദൈവസന്നിധിയിൽ വിധേയനാകുക, താഴുക, ദൈവത്തിൻ്റെ ഹിതത്തിനായി കാത്തിരിക്കുക, ദൈവത്തിൻ്റെ വഴികളിലൂടെ അത് യാത്ര ചെയ്യേണ്ടതിന് ദൈവത്തിൻ്റെ വഴി വെളിപ്പെടുന്നത് വരെയും ദൈവത്തിനായി ദൈവത്തിൻ്റെ മുമ്പാകെ കാത്തിരുന്ന് കർത്താവിൻ്റെ കൃപ പ്രാപിക്കുന്ന, കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ താല്പര്യപ്പെടുന്ന
ഏതൊരു വ്യക്തിയെയും ദൈവം എന്ത് ചെയ്യുന്നു? എളിയവനായി കാണുന്നു. എളിയവനെ ആദരിക്കുന്ന ദൈവമാണ് സ്തോത്രം നമ്മുടെ ദൈവം. സ്തോത്രം. ആരാണ് എളിയവൻ? മഹാദൈവം ദൈവമായിരിക്കെ തൻ്റെ മഹത്വമെല്ലാം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിലും സദൃശ്യത്തിലും മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി. ഇതാണ് നമുക്കുള്ള മാതൃക. ഹല്ലേലൂയ. അപ്പം ഒരു വ്യക്തി അല്ലെങ്കിൽ ദൈവം എന്ന വ്യക്തി മനുഷ്യനെ നേടേണ്ടതിന് തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ താഴ്ത്തി. അവൻ്റെ 3.5 വർഷത്തെ പരസ്യ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവായ ദൈവത്തിന് മനുഷ്യനോട് സംസാരിക്കുമ്പോൾ പരീശന്മാരോടും ശാസ്ത്രിമാരോടും സമൂഹത്തിൽ പ്രമാണിമാരോടും ദൈവം സംസാരിക്കുമ്പോൾ കർത്താവിന് അവർ ചോദിക്കുന്ന എല്ലാ വാക്കുകൾക്കും ശരിക്കുള്ള ഉത്തരം എല്ലാ സമയത്തും കൊടുക്കാൻ പറ്റുമായിരുന്നു. കാരണം സർവശക്തൻ സർവജ്ഞാനിയാണ്. എന്നിട്ടും കർത്താവ് പല സന്ദർഭങ്ങളിലും മൗനമായിരുന്നു. എന്തുകൊണ്ടാണ് മൗനമായിരുന്നത്? കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതം ഭൂമിയിൽ നിവർത്തീകരിക്കണമെങ്കിൽ കർത്താവിന് മൗനമായിരിക്കേണ്ട ആവശ്യമായിരുന്നു. അപ്പം ദൈവ ഉദ്ദേശം, ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ളപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മളിൽ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ആ ദൈവ ഉദ്ദേശം നമ്മളിൽ പൂർത്തീകരിക്കേണ്ടതിന് ദൈവത്തിന് മുമ്പാകെ നമ്മൾ താണിരിക്കണം. മനുഷ്യരുടെ മുമ്പാകെ നമ്മൾ മിണ്ടാത്തവനെ പോലെ ഇരിക്കണം. അതുകൊണ്ട് തിരുവെടുത്ത് പറയുന്നു, ദൈവം സ്നേഹിക്കുന്ന വൃതനെ പോലെ കുരുടനാർ, ദൈവം സ്നേഹിക്കുന്ന സ്നേഹിതനായ ദാസനെ പോലെ ചെകിടനാർ. കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹം നമ്മൾ ദൈവഹിതപ്രകാരം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതും ദൈവജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതുമായ ഒരു സംഗതി എന്ന് പറയുന്നത്, ദൈവഹിതം നമ്മിൽ പൂർത്തീകരിക്കേണ്ടതിന് നമുക്ക് പലപ്പോഴും മൗനമായിരിക്കേണ്ടുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. മറുപടി പറയുവാൻ നമുക്കില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിൽ പൂർത്തീകരിക്കപ്പെടേണ്ടതിന്, ദൈവഹിതം നമ്മളിൽ വെളിപ്പെടേണ്ടതിന് നാം മൗനമായിരിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. ആ സന്ദർഭങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞ് മൗനമായിരിക്കേണ്ടിടത്ത് മൗനമായിരിക്കണം. എല്ലായിടത്തും മൗനമായിരിക്കണം എന്നല്ല ഞാൻ പറയുന്ന അർത്ഥം. സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കണം എന്ന് കരുതി എപ്പോഴൊക്കെയാണ് നമ്മൾ മൗനതയാകേണ്ടത്, നമ്മുടെ ജഡം നമ്മെ ഭരിക്കുന്നു എന്ന്, നമ്മുടെ ജഡസ്വഭാവങ്ങൾ നമ്മെ നിയന്ത്രിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാകുന്ന എല്ലാ സമയങ്ങളിലും കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷ, ഭിന്നത ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മളെ ഭരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന സമയങ്ങൾ, ഇല്ലെങ്കിൽ ഇത് നമ്മളെ ഭരിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വേളയിൽ മിണ്ടാതിരുന്ന് ദൈവമെന്നറിയേണ്ടതിന് ദൈവസന്നിധിയിൽ നമ്മൾ വിധേയരാകേണ്ടത് ഏറെ ആവശ്യമാണ്. അവണ്ണം നമ്മളാകുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും. പല സന്ദർഭങ്ങളിലും എനിക്ക് സംസാരിക്കേണ്ടുന്നതായ സാഹചര്യങ്ങളിൽ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ ദൈവം തന്നെ ആ വിഷയത്തിൽ ഇടപെടുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ സംസാരിക്കേണ്ടിടത്ത് ദൈവം സംസാരിക്കും. എന്നിലൂടെ എൻ്റെ ന്യായം വെളിപ്പെടേണ്ടതിന് ഞാൻ മിണ്ടാതിരുന്ന സമയത്ത് എൻ്റെ ന്യായം ദൈവത്താൽ സ്ഥാപിക്കുന്നതായിട്ട് ഞാൻ പലപ്പോഴും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവം നീതിമാനാണ്. ദൈവസന്നിധിയിൽ നമ്മളെ വിധേയരാക്കി ദൈവഹിതപ്രകാരം ജീവിച്ചു കൊള്ളാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മളായിരിക്കുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്ന് പൗലോസിനോടൊപ്പം നമുക്കും പറയുവാൻ സർവശക്തൻ സഹായിക്കും. നമ്മളിൽ അസാധ്യമായിരിക്കുന്ന കാര്യം സാധ്യമാക്കുവാൻ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ കൃപ ആവശ്യമാണ്. കൃപ ദൈവം ആർക്കാണ് നൽകുന്നത്? തന്നെത്താൻ താഴ്ത്തുന്നവന്, എളിമപ്പെടുന്നവന്. സ്തോത്രം. ഒന്നിനും ദൈവത്തിനു വേണ്ടി പ്രതികരിക്കാതെ
എല്ലാം ദൈവത്തോട് സ്തോത്രത്തോട് പ്രാർത്ഥിക്കുന്നവൻ, ഏൽപ്പിക്കുന്നവൻ. നമ്മളിപ്പോൾ 100 വാക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരാൾക്ക് മനസ്സിലാകുന്നില്ലെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു 100 പ്രാവശ്യം നമ്മൾ സത്യോപദേശത്തെക്കുറിച്ച് പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ലെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി ചില നാളുകൾ മിണ്ടാതിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ സർവശക്തനായ ദൈവം അവരുടെ ഹൃദയത്തെ തുറന്ന് കർത്താവിലേക്ക് നടത്തുവാൻ മതിയായവന്. നമ്മൾ പറയണ്ട എന്നുള്ളതല്ല ഞാനിപ്പോൾ അർത്ഥം. പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എങ്കിൽ പ്രാർത്ഥിച്ച് ആ വിഷയങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാൽ നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് നമ്മൾ സംസാരിച്ചത് വല്ല കുറവും ഉണ്ടെങ്കിൽ ആ കുറവ് നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവം പരിഹരിച്ച് ആ വ്യക്തികളെ നിത്യജീവനിലേക്ക് നടത്തുവാൻ ദൈവം മതിയായവന്. അപ്പം ദൈവം ആരെ സഹായിക്കുന്നു? താഴ്മയുള്ളവനെ സഹായിക്കുന്നു. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു. എളിയ ജനത്തെ ആദരിക്കുന്ന ദൈവം, ആ ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഈ ഭൂമിയിലും മനുഷ്യരുള്ള ബന്ധത്തിലും എളിയ ജനത്തെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ കർത്താവ് യേശു ക്രിസ്തു അവരെ കാത്തുകൊള്ളും. അങ്ങനെങ്കിൽ ദൈവവേദനെ ദൈവത്തിന് ഏറെ ഇഷ്ടമാണ് എളിയ ജനത്തെ ആദരിക്കുക, എളിയ ജനമായി നമ്മൾ ജീവിക്കുക. കർത്താവിൻ്റെ യോഗ മത്തയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ശിഷ്യന്മാരടുത്ത് വന്ന് കർത്താവിനോട് ചോദിച്ചു, സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ ആരാ എന്ന് കാണിച്ചു തരാൻ. കർത്താവായ യേശു ഒരു ശിശുവിനെ വിളിച്ച് നടുക്ക് നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ശിശുവിനെ പോലെ ആയിത്തീരണം. ആ ശിശു എന്ത് ചെയ്യുന്നു? തന്നെത്താൻ താഴ്ത്തുന്നു. ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ. അപ്പം ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ സ്വർഗത്തിൽ ഏറ്റവും വലിയവനായി തീരണമെന്ന്. സ്വർഗത്തിൽ ഏറ്റവും വലിയവനായി തീരുവാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ. ആമേൻ. നമ്മൾ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് എന്നാൽ സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വീണ്ടും ജനിക്കും. പരിശുദ്ധാത്മാവ് വീണ്ടും ജനിച്ച വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച്, അതായത് അതിനെയാണ് അഭിഷേകം എന്ന് നമ്മൾ പറയുന്നത്. അത് ദൈവത്തിൻ്റെ ഭാഷയിൽ പറയുന്ന ശക്തിയാണ്. ശക്തി പ്രാപിച്ച് ആമേൻ വിശുദ്ധ കൂട്ടായ്മയിലൂടെ വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് കർത്താവിനോട് സന്നിധിയിൽ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന വിശുദ്ധ ജനമാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള എളിയ ജനം. അങ്ങനെയുള്ള വ്യക്തി തന്നെത്താൻ താഴ്ത്തണം. ആരെ പോലെ? ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തി എളിമപ്പെട്ട് വിധേയരായി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ജീവിക്കണം. ഒരു ശിശുവിന് മുമ്പിൽ എന്തെങ്കിലും അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തൊന്നും നമുക്ക് തോന്നിയിട്ട് നമ്മൾ അവരെ കണ്ണുരുട്ടി കാണിക്കുകയോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് കാണിക്കുകയോ ചെയ്താൽ പിന്നെ അത് അവർ വളരെ ക്വയറ്റായിത്തീരും, അവർ വളരെ ശാന്തമായിത്തീരും, അവർ ഭയപ്പെട്ട് മാറിയിരിക്കും, പിന്നെ അവർ പ്രതികരിക്കാൻ നിൽക്കത്തില്ല. ഇതേപോലെ ഒരു ദൈവത്തിൻ്റെ പൈതൽ പല സന്ദർഭങ്ങളിലും നമുക്ക് മിണ്ടേണ്ടാത്ത അവസരങ്ങളിൽ ആമേൻ നമ്മൾ മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളെ വെക്കുന്നുവെങ്കിൽ, പ്രിയ ദൈവ പൈതലെ, നമ്മെ ഓർക്കുന്ന, നമ്മെ സഹായിക്കുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മോടുകൂടെയുണ്ട്. അവൻ നമ്മളെ വഴി നടത്തുവാൻ മതിയായവനാണ്. സ്തോത്രം. കർത്താവിനെ ഭക്തിയോടെ സേവിക്കുന്ന ഒരു ഏതൊരു ദൈവ പൈതലിൻ്റെയോ കഷ്ടതയോ പട്ടിണിയോ രോഗമോ ദുഃഖമോ ക്ലേശമോ പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ ആക്ഷേപങ്ങളോ നിന്ദയോ അപമാനങ്ങളോ ചതിവോ യേശു ക്രിസ്തുവിൻ്റെ നാമനിമിത്തം സകലരും നിന്ദിക്കുകയും ദുഷിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ കർത്താവായ ദൈവം ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ അങ്ങ് മറന്നു കളഞ്ഞിട്ട് എനിക്ക് നിന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞ് ദൂരെ പോയിരിക്കുന്നവനല്ല യേശു ക്രിസ്തു. നമ്മൾ കർത്താവിന് വേണ്ടി മിണ്ടാതിരിക്കുമ്പോൾ, എളിമപ്പെടുമ്പോൾ, ദാസനായിത്തീരുമ്പോൾ, പിന്നെ ദരിദ്രനായിത്തീരുമ്പോൾ, ക്ലേശിക്കപ്പെടുമ്പോൾ, നിന്ദിക്കപ്പെടുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നമ്മളെക്കുറിച്ച് സകല ചതുവും നമ്മൾ ഒരു തെറ്റും ചെയ്യാതിരിക്കുമ്പോൾ തന്നെ നമ്മളെ തെറ്റുകാരെന്ന് വിധിച്ച് നമ്മളെ ആക്ഷേപിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നത് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇങ്ങനെയുള്ളവരെ ദൈവം ആദരിക്കും. അവർക്ക് വേണ്ടി ദൈവം ഉണർന്നിരിക്കുകയാണ്. എൻ്റെ മക്കളെ പരിപാലിക്കുന്ന യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്ന്. അപ്പോൾ രാവും പകലും ഉറങ്ങാതെ കർത്താവ് തൻ്റെ സഭയെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാലിക്കുന്ന ഈ കർത്താവ്, നിദ്രാഭാരം കൊള്ളാത്ത ഈ കർത്താവ് 121 സങ്കീർത്തനത്തിൽ പറയുന്ന ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, നിദ്രാഭാരം കൊള്ളുന്നില്ല. അങ്ങനെയെങ്കിൽ അവൻ രാത്രിയിലും പകലും ഒരേപോലെ ശ്രദ്ധാലുവായി നമ്മെ ശ്രദ്ധിച്ച് നമ്മെ സൂക്ഷിച്ചു വഴി നടത്തുന്ന നമ്മുടെ കർത്താവ്, സ്തോത്രം, നമ്മളെ ഒരിക്കലും കൈവിടാത്ത കർത്താവ്, നമ്മളെ സ്നേഹിക്കുന്നു.
നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ് അപ്പനേക്കാൾ, അമ്മയേക്കാൾ, സഹോദരങ്ങളെക്കാൾ, സ്തോത്രം, എല്ലാവരേക്കാളും നമ്മൾ സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് കണ്ടിട്ട് നമ്മളെ തള്ളിക്കളയുന്നവനല്ല. നമ്മുടെ അവസ്ഥയിൽ നമ്മോടുകൂടി ഇരുന്ന് നമ്മെ വഴി നടത്തി നമ്മളെ ആശ്വസിപ്പിച്ചു. ഒരമ്മ തന്നെ കുഞ്ഞിനെ മാറോട് ചേർക്കുന്നത് പോലെ നമ്മളെ മാറോട് ചേർത്ത് നമ്മെ അണച്ച് നടത്തി, നമ്മളെ മെല്ലെ നടത്തി നമ്മളെ ക്രിസ്തുയേശുവിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നയിക്കുന്നവനാണ് നമ്മുടെ ദൈവം. യെശയ്യാപ്രവചനം പറയുന്നത്, അവൻ തള്ളാടുകളെ മെല്ലെ നടത്തിക്കൊണ്ട് കുഞ്ഞാടുകളെ മാറോട് അണയ്ക്കുമെന്ന്. യേശു ക്രിസ്തുവിന് സ്നാനപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കുന്ന ഓരോ വിശുദ്ധനും കുഞ്ഞാടുകളാണ്. ആമേൻ. കുഞ്ഞാടുകളെ അവൻ മാറോടണച്ചിട്ട്, തള്ളയാടെന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തെ കാണിക്കും. തള്ളയാടിനെ, ഇസ്രായേൽ ഇനമാകുന്ന ഇസ്രായേൽ ജനത്തെ, തള്ളയാടെന്ന് പറയുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം മെല്ലെ നടത്തുന്നവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തലയെ തകർക്കും എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നല്ലോ. സ്ത്രീയുടെ സന്തതി, സ്ത്രീ എന്നവിടെ വിളിച്ചിരിക്കുന്നത് ന്യായപ്രമാണത്തെയാണ്. സ്ത്രീയുടെ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത് നമ്മുടെ തലയാകുന്ന യേശു ക്രിസ്തുവും അവൻ്റെ ശരീരാവയവങ്ങളാകുന്ന നമ്മളെ ഓരോരുത്തരെയും കുറിച്ചാണ്. സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തലയെ തകർക്കുന്നു, പാമ്പിൻ്റെ ഉടലിനെ തകർക്കുന്നു. ഒന്നാമത് പാമ്പിൻ്റെ തലയെ തകർത്തു. അതാരാണ്? നസറനായ യേശു എന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും പിതാവും സ്ഥാനാധിപതിയായവൻ കാൽവറി ക്രൂശിൽ വെച്ച് സാത്താൻ്റെ തലയെ തകർത്തു. സാത്താൻ്റെ തല മാത്രമല്ലല്ലോ, മഹാസർപ്പത്തിന് തല മാത്രമല്ലല്ലോ, ഉടലും ഉണ്ടല്ലോ. ഉടലുകളുടെ അവയവങ്ങളുടെ ഭാഗത്താണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വിശുദ്ധ ജീവൻ നയിക്കുന്ന വിശുദ്ധന്മാരുടെ സ്ഥാനമുള്ളത്. അവർ എന്ത് ചെയ്യുന്നു? സാത്താൻ്റെ ശരീരാവയവങ്ങളിൽ ഓരോന്നിനെയും തകർത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? താഴ്മയിലും എളിമത്വത്തിലും വിനയത്തിലും വിധേയത്വത്തിലും കൂടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ദൈവ വചനത്തിൻ്റെ പരിജ്ഞാനത്തോടു കൂടെ ദൈവത്തോട് ചേർന്ന് നടന്ന് ദൈവ വ്യവസ്ഥ ആചരിച്ചുകൊണ്ട് ശത്രുവിൻ്റെ തലയെ, ശത്രുവിൻ്റെ ഉടലിൻ്റെ ഓരോ അവയവങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് തരാം. മർക്കോസ് 16-ാം വാക്യം പറയുന്നു, നിങ്ങൾ സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിപ്പീൻ. 17-ാം വാക്യം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടും. 17-ാം വാക്യം, അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു, പുതുഭാഷകളിൽ സംസാരിക്കുന്നു, സർപ്പങ്ങളെ പിടിച്ചെടുക്കുന്നു, മരണകരമായി യാതൊന്നു കുടിച്ചാലും ജീവകാനി വരില്ല, ആരുടെ മേൽ കൈവച്ചാലും രോഗശാന്തി വരും. അവിടെ സർപ്പങ്ങളെ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ, പ്രിയരെ, നമ്മൾ പലപ്പോഴും ചിന്തിച്ചതാണ്, സ്തോത്രം, അവർ മനുഷ്യരെ, രക്ഷിക്കപ്പെടാത്ത മനുഷ്യരെ പിടിച്ചെടുക്കുമ്പോൾ, രക്ഷയിലേക്ക് നടത്തുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? സർപ്പത്തെ പിടിച്ചെടുക്കുകയാണ്. ഈ സർപ്പം എന്ന് പറയുന്നത് ശത്രുവാകുന്ന സാത്താൻ്റെ തലയല്ലാത്ത ഭാഗത്തിൽപ്പെട്ട ഉടലിലെ ഏതോ അവയവങ്ങളാണ്. ഈ ഉടലാകുന്ന അവയവത്തെ തകർക്കുവാനാണ് ദൈവം നമ്മെ യേശു ക്രിസ്തു മുഖാന്തരം തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മളും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പിട്ട് ഈ സാത്താൻ്റെ ഉടലിൻ്റെ ഒരു അവയവമായിരുന്നു. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വേർപെട്ടപ്പോൾ നമ്മുടെ ശരീരം സംബന്ധിച്ച് ഇപ്പോഴും സാത്താൻ്റെ ഉടലിൻ്റെ അവയവമാണെങ്കിലും ആത്മാവ് സംബന്ധിച്ചും വിശുദ്ധ സംബന്ധിച്ചും നമ്മൾ ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ്. ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ഈ ശരീരത്തിന് വിരോധമായി യേശു ക്രിസ്തുവിൽ ജീവിക്കുന്ന വിശുദ്ധ ജീവിതമാണ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ജീവിക്കുന്ന വിശുദ്ധ ജീവിതമാണ് ക്രിസ്ത്യാനിറ്റി. അപ്പോഴാണ് ദൈവഗതം നമ്മളിൽ പൂർത്തീകരിക്കുന്നത്. എക്സാമ്പിൾ മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. പ്രിയരെ, എളിയവനെ അവൻ പൊടിയിൽ നിന്ന്. എന്താണ് പൊടി? പൊടി എന്ന് പറഞ്ഞാൽ ജഡത്തെ കാണിക്കുന്നു. എളിയവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നവൻ. അവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. അതായത് ജഡത്തിൻ്റെ ഇച്ഛയിൽ നിന്ന്, ജഡത്തിൻ്റെ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. ഈ ജഡത്തിൽ എന്ത് കിടക്കുന്നു? മനുഷ്യൻ്റെ പാപം. ജഡത്തിലും ദേഹിയിലും എന്ത് കിടക്കുന്നു? മനുഷ്യൻ്റെ പാപം. ഏതെന്നിലെ പാപം എവിടെ കിടക്കുന്നു? ജഡത്തിലും ദേഹിയിലും കിടക്കുന്നു. ഈ പൊടിയിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവിക വ്യവസ്ഥയാണ് മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ നാം എന്ന പൊടിയിൽ നിന്ന് നമ്മെ യേശു ക്രിസ്തു എഴുന്നേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. നാം എന്ന പൊടി വിശ്വാസം ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ജഡത്തെ കാണിക്കുന്നു.
ജഡത്തിലുള്ള ദേഹിയെ കാണിക്കുന്നു. ഈ ദേഹി തിരിച്ചറിവ് പ്രാപിച്ച് യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ വചനം കേട്ട് തിരിച്ചറിവ് പ്രാപിച്ച് പാവബോധം വന്ന് പാവങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ദേഹിക്ക് മാനസാന്തരം ഉണ്ടാകുന്നു. മാനസാന്തരപ്പെട്ട വ്യക്തിക്ക് പാപമോചനം വേണം. ആർക്കാണ് പാപമോചനം വേണ്ടത്? മാനസാന്തരപ്പെട്ട വ്യക്തിക്ക്. ലൂക്കോസ് സുവിശേഷം 24:47 പറയുന്നു, മാനസാന്തരവും പാപമോചനവും യേശുക്രിസ്തുവിന്റെ പേരിലാണ്. അപ്പം മാനസാന്തരത്തിലും യേശുക്രിസ്തുവിന്റെ പേര് വേണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യം, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവമകനാവാനുള്ള അധികാരം യേശു ക്രിസ്തു കൊടുത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച്, നസറന യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശു ക്രിസ്തുവിൻ്റെ പേരിൽ വിശുദ്ധ ജീവിതം നയിക്കുവാൻ തീരുമാനമെടുക്കുന്ന, സമർപ്പിക്കുന്ന, പാവങ്ങളെക്കുറിച്ച് ബോധം വന്ന് പാവങ്ങളെ ഏറ്റുപറഞ്ഞ്, ഈ വായ് കൊണ്ട് ഏറ്റുപറയേണ്ടതിനെ വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മാനസാന്തരം സംഭവിക്കുന്നു. മാനസാന്തരപ്പെട്ട വ്യക്തിക്ക് എന്ത് ലഭിക്കണം? പിന്നെ ഏതെനിലെ പാപത്തിൻ്റെ മോചനം ഉണ്ടാകണം. അതെവിടെയാ ഏതെനിലെ പാപം കിടക്കുന്നത്? ജഡത്തിലത്രേ. ജഡം പ്ലസ് ദേഹിയിലത്രേ ഏതെനിലെ പാപം ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പാപങ്ങളുടെ മോചനത്തിന് എന്ത് വേണം? മാനസാന്തരപ്പെട്ട വ്യക്തി പാപങ്ങളുടെ മോചനത്തിന് യേശു ക്രിസ്തു അവൻ്റെ പേരിൽ സ്നാനപ്പെടണം. അവൻ്റെ പേരെന്താണ്? യേശു ക്രിസ്തു എന്ന പേരിൽ. പത്രോസിൻ്റെ ഉപദേശം എന്താണ്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടുകയും. ലൂക്കോസിന് സുവിശേഷത്തിൽ 24:47 എന്താ പറയുന്നത്? മാനസാന്തരവും പാപമോചനവും അവൻ്റെ പേരിൽ. അവൻ്റെ പേരെന്താണ്? യേശു ക്രിസ്തു. അപ്പം മാനസാന്തരപ്പെടാനും യേശു ക്രിസ്തുവിൻ്റെ പേര് വേണം. പാപങ്ങളുടെ മോചനത്തിന്, അതായത് സ്നാനത്തെ കാണിക്കുന്നു പത്രോസിൻ്റെ ഉപദേശം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിന് യേശു ക്രിസ്തുവിനും സ്നാനപ്പെടുകയും. അങ്ങനെയെങ്കിൽ പത്രോസിനും തെറ്റുപറ്റിയിട്ടില്ല, യേശു ക്രിസ്തുവിനും തെറ്റുപറ്റിയിട്ടില്ല. എന്നെ കേൾക്കുന്ന തൃത്വവിശ്വാസിയെ സഹോദര, നിനക്കാണ് തെറ്റുപറ്റിയിരിക്കുന്നത്, നിന്നെ പഠിപ്പിച്ചിരിക്കുന്നവർക്കാണ് തെറ്റുപറ്റിയിരിക്കുന്നത്. ആകയാൽ മാനസാന്തരപ്പെട്ട് വരിക. മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിന് യേശു ക്രിസ്തുവിന് സ്നാനപ്പെട്ടാൽ പത്രോസിൻ്റെ ഉപദേശപ്രകാരം എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഈ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ വരണമെങ്കിൽ സ്നാനപ്പെടുവാൻ നീ ഒരുപക്ഷെ ടങ്കിയിലായിരിക്കാം, ഒരുപക്ഷെ വല്ല കുളത്തിലായിരിക്കാം, സ്തോത്രം, അല്ലെങ്കിൽ നദിയിലായിരിക്കാം, ഇല്ലെങ്കിൽ കടലിലായിരിക്കാം. ഏത് അവസരത്തിലും നിനക്ക് പൂർണ്ണമായി മുങ്ങി പൊങ്ങുവാൻ സൗകര്യമുള്ള എവിടെയോ സ്നാനപ്പെടുമ്പോൾ നിന്നെ സ്നാനപ്പെടുത്തുന്ന സ്നാപകൻ നിന്നോട് ക്രൂശിൻ്റെ വചനത്തെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ നീ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുന്ന നിന്നെ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം വിശ്വസിക്കുന്നതിന് സ്നാനപ്പെടുത്തുക എന്നുള്ള ദൈവകൽപ്പന പ്രകാരവും നിന്റെ സാക്ഷ്യവചനങ്ങളാലും ഞാൻ നിന്നെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ദൈവദാസൻ നിന്നെ പൂർണ്ണമായും വെള്ളത്തിൽ മുക്കുമ്പോൾ ആ മുങ്ങുന്നത് വരെയും നിനക്ക് എന്തേ ഉള്ളൂ? നിനക്ക് ദേഹവും ദേഹിയേ ഉള്ളൂ. ആത്മാവ് ജനിച്ചിട്ടില്ല. മുങ്ങിക്കഴിഞ്ഞ് നീ പൊങ്ങി വരുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പേരിൽ നിന്റെ ശരീരത്തിനും നിന്റെ ദേഹിക്കും പാവമോചനം ലഭിക്കും. പാവമോചനം ലഭിച്ച നിന്നിലേക്ക് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കും. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ആരുടെ പേരിലാണ് നീ വിശുദ്ധീകരിക്കപ്പെടേണ്ടത്? യേശു ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് സ്നാപകൻ നിന്നെ സ്നാനപ്പെടുത്തിയാലേ നിന്റെ ശരീരവും നിന്റെ ദേഹിയും ശുദ്ധീകരണം പ്രാപിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത് മാനസാന്തരവും പാപമോചനവും അവൻ്റെ പേരിൽ എന്ന് എഴുതിയിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. അങ്ങനെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാപകൻ നിന്നെ യേശു ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് സ്നാനപ്പെടുത്തുമ്പോൾ വെള്ളത്തിലേക്ക് മുങ്ങി പൊങ്ങിക്കഴിയുമ്പോൾ നിന്റെ ശരീരവും നിന്റെ ദേഹിയും വിശുദ്ധമായി തീരും. വിശുദ്ധീകരിക്കപ്പെട്ട നിന്റെ ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ, അതായത് ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം അയക്കും. എന്നാൽ പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കുന്നുള്ള ദൈവിക വാക്തത്വ പ്രകാരമുള്ള കൽപ്പന പ്രകാരം പരിശുദ്ധാത്മാവെന്ന ദാനത്തെ ദൈവം നിന്നിലേക്ക് അയക്കും. അപ്പോഴാണ് വീണ്ടും ജനനം നടക്കുന്നത്. അപ്പം ജനിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ആരാണ്? ക്രൂശിൻ്റെ വചനമാണ്. യേശു കർത്താവ് പറഞ്ഞു,
ഞാൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടാലോ അത് ജീവിപ്പിക്കുന്ന ആത്മാവാണ്. 6:63 തോന്നുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:63 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ ഉയർത്തെഴുന്നേറ്റ് പോകുന്നത്, സ്വർഗാരോഹണം ചെയ്തു പോകുന്നത് ആരെങ്കിലും കണ്ടാലോ അത് ജീവിപ്പിക്കുന്ന ആത്മാവ്. ആരാ ജീവിപ്പിക്കുന്ന ആത്മാവ്? യേശു ക്രിസ്തു, അതായത് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവെന്ന യേശു ക്രിസ്തുവിനെ നമ്മൾ സ്നാനപ്പെട്ട നിന്നെ പരിശുദ്ധാത്മാവെന്ന യേശു ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് അയക്കും. ഈ യേശുക്രിസ്തു ആയ പരിശുദ്ധാത്മാവാര ദൈവവചനമാകയാൽ നിന്റെ ആത്മാവ് വചനത്താൽ, അതായത് പരിശുദ്ധാത്മാവിനാൽ ജനിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവായ ദൈവവചനമായ കർത്താവ് നിന്നിൽ ജനിക്കുന്നതിനെയാണ് സഹോദര വീണ്ടും ജനനം എന്ന് പറയുന്നത്. അപ്പൊ വീണ്ടും ജനനം പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നിട്ട് ജനിക്കുന്നതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ വരാത്തിടത്തോളം കാലം നിനക്ക് വീണ്ടും ജനനം ഇല്ല. നീ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം എന്ന് പറഞ്ഞ് സ്നാനപ്പെട്ടാൽ നിനക്ക് പാപമോചനം ലഭിക്കത്തില്ല, പരിശുദ്ധാത്മാവെന്ന് ദാനവും ലഭിക്കില്ല. ആകയാൽ എന്തുകൊണ്ടാണ് ലഭിക്കാത്തത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം എന്ന് പറയുമ്പോൾ അവിടെ നാമം പറഞ്ഞില്ല. നാമം എന്താണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേര് യേശു ക്രിസ്തു എന്നാണ്. അത് ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നു, കാരണം ഇത് പഠിപ്പിച്ചിട്ടാ കർത്താവ് ക്രൂശിമരണത്തിൽ കടന്നത്. നമുക്കറിയാൻ വയ്യാത്തത് നമ്മെ പഠിപ്പിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 25 അധ്യായത്തിലും 10 അധ്യായത്തിലും 17 അധ്യായത്തിലും കർത്താവായ യേശു തന്നെ പറയുന്നു, 5 അധ്യായത്തിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ പേരിൽ വന്നിരിക്കുന്നു. 10 അധ്യായത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ പേരിലാണ് ഈ ഭൂമിയിൽ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് പറയുന്നു. യോഹന്നാന്റെ 17 ഇങ്ങനെ 4 പറയുന്നു. 6 വാക്യം, 11 വാക്യം, 12 വാക്യം, 26 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. 11 വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധ പിതാവേ, ശിഷ്യന്മാർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ പേരിൽ. അപ്പം നീ എനിക്ക് തന്നിരിക്കുന്ന പേരെന്താണ്? ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം പേര് കൊടുത്തത്. ഗബ്രിയേൽ ദൂതൻ എന്താ പറഞ്ഞത്? മറിയെ, നീ പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുന്നതിന് യേശു എന്ന് പേരിടണം. അപ്പം പ്രസവിച്ച കുഞ്ഞിന് യോസപ്പിന് കൊടുത്ത സ്വപ്നപ്രകാരവും മറിയത്തിന് കൊടുത്ത ദർശനപ്രകാരവും ജനിച്ച കുഞ്ഞിന് അവർ യേശു എന്ന് പേരിട്ടു. ഈ യേശുവാ പറയുന്നത്, ഈ പേര് എൻ്റെ പേരല്ല, പിതാവേ അങ്ങയുടെ പേരാണെന്ന്. അപ്പം ഈ പുത്രനായ യേശു കള്ളം പഠിപ്പിക്കുമോ സഹോദര? മാനസാന്തരപ്പെടേ, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വാ. പുത്രനായ യേശു ഒരിക്കലും നമ്മെ കള്ളം പഠിപ്പിക്കാനല്ല സ്വർഗത്തിൽ നിന്ന് വന്നത്. അവൻ വിശുദ്ധിയുടെ രാജ്യം സ്ഥാപിക്കാനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അപ്പം നസറനായ യേശു എന്ന ശരീരം നസറേത്ത് ദേശത്ത് പാർത്തുകൊണ്ട് ആ ദേഹത്തിന് എന്ത് പേരിട്ടു വന്നു? നസറനായ യേശു എന്ന് പേരിട്ടു. ഈ നസറനായ യേശു യോർദാനിൽ യോഹന്നാൻ സ്നാനപ്പെട്ട് കരയ്ക്ക് കയറിയപ്പോൾ അവനെ ദൈവം അഭിഷേകം ചെയ്തു. അങ്ങനെ യേശു ആരായിത്തീർന്നു? ക്രിസ്തു ആയിത്തീർന്നു. അങ്ങനെ യേശുവിൻ്റെ പേരെന്തായിത്തീർന്നു? യേശു ക്രിസ്തു എന്നായിത്തീർന്നു. ഈ യേശു ക്രിസ്തു എന്ന പേരിലാണ് പരിശുദ്ധാത്മാവിനെ എവിടെ എഴുതിയിരിക്കുന്നു? യോഹന്നാൻ സുവിശേഷം 14:26, എങ്കിലും പിതാവ് എൻ്റെ പേരിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥാൻ. എന്നാ അയച്ചത്? എൻ്റെ പേരിൽ. പെന്തക്കോസ്ത് നാളിൽ ദൈവം തൻ്റെ ശിഷ്യന്മാരെടുത്തും യേശുവിൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള 120 അംഗത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചു, ദൈവശക്തി അയച്ചു. അതാരുടെ പേരിൽ അയച്ചിരിക്കുന്നത്? യേശു ക്രിസ്തു എന്ന പേരിൽ. അപ്പം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പേര് യേശു ക്രിസ്തു എന്ന് ഇത് ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നു. അങ്ങനെ അവർ യേശു ക്രിസ്തുവിനെ നാമത്തിൽ സ്നാനപ്പെട്ടു. യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയപ്പോൾ കൽപ്പന പത്രോസ് മുഖാന്തരം സ്ഥാപിച്ചു. ദൈവം ശീമോൻ പത്രോസിനോട്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ചെയ്ത് സ്വർഗ്ഗത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്നോ? ഈ ഭൂമിയിൽ എനിക്ക് കർത്താവ് സ്വർഗ്ഗത്തിന് താക്കോൽ തന്നു എന്നോ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരൻ നിനക്ക് തന്നെന്നോ ഈ ഭൂമിയിൽ ഏതെങ്കിലും ദൈവദാസന്മാരോ ദൈവമക്കൾക്കോ ദൈവം താക്കോൽ തന്നുള്ളേ? ശീമോൻ പത്രോസിന്റെ മേലിലാണ് കൊടുത്തേക്കുന്നത്, കയ്യിലാണ് കൊടുത്തേക്കുന്നത്. അവൻ വാ തുറന്ന് എന്താ പറഞ്ഞത്? താക്കോല് കിട്ടിയ ഉടനെ വാ തുറന്ന് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് യേശു ക്രിസ്തുവിന്റെ പേരിൽ സ്നാനമേൽക്കുകയും. ഈ വചനം സ്വർഗത്തിലും ഭൂമിയിലും അത് സ്ഥാപിതമാണ്. ഇത് മാറ്റാൻ പറ്റില്ല സഹോദര. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പാപങ്ങളുടെ മോചനത്തിന് സ്നാനപ്പെടരുതെന്ന് ആരെങ്കിലും നിന്നോട് ഉപദേശിച്ചാൽ അവൻ സാത്താന്റെ ഉപദേശകനാണ്. കാരണം സാത്താൻ ഏറ്റവും അധികം ഭയപ്പെടുന്ന പേരാണ് യേശു ക്രിസ്തു എന്ന പേര്.
യേശുക്രിസ്തുവിന്റെ പേരിൽ നിങ്ങൾ സ്നാനപ്പെട്ടാൽ, സ്നാപകൻ നിന്നെ സ്നാനപ്പെടുത്തിയാൽ, നീ പാപരഹിതനായി തീരും, നീ വിശുദ്ധനായി തീരും, നീ നീതിമാനായി തീരും. പിന്നെ നിന്റെ ശരീരത്തിലും ദേഹിയുടെ മേലും സാത്താൻ അധികാരമില്ല എന്ന് സാത്താൻ അറിയാം. അതുകൊണ്ട് സാത്താൻ ഒരു കാരണവശാലും നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പേരായ യേശുക്രിസ്തു എന്ന പേരിൽ സ്നാനപ്പെടുവാൻ അനുവദിക്കുന്നില്ല. ഇതാണ് സത്യം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, പൊടിയിൽ നിന്ന് എളിയ ജനത്തെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ആരെ എളിയ ജനം? ശിശുവെന്ന പോലെ ദൈവരാജ്യത്തെ കൈക്കൊള്ളുന്നവൻ. കർത്താവ് പറഞ്ഞു, ശിശുവെന്ന പോലെ ദൈവരാജ്യത്തെ കൈക്കൊള്ളാത്തവൻ ആരും അതിൽ കടക്കില്ല. എന്നുവെച്ചാൽ ചോദ്യം ചെയ്യാതെ ദൈവം തൻ്റെ ദാസനാകുന്ന ശീമോൻ പത്രോസ് മുഖാന്തരം, അപ്പോസ്തലന്മാർ മുഖാന്തരം നൽകിയിരിക്കുന്ന ദൈവിക ഉപദേശത്തെ അനുസരിക്കുന്ന ദൈവമക്കളെ മാത്രം മതി യേശുവിന്. ഹല്ലേലൂയ. എന്നെ കൊള്ളുന്ന സഹോദര, ദൈവത്തിന് മുഖവശമില്ല. നിന്നെയും എന്നെയും ദൈവം ഒരേപോലെ സ്നേഹിക്കുന്നു. കർത്താവിലേക്ക് മടങ്ങി വാ. ദൈവമുഖം അന്വേഷിക്കുക. യേശുക്രിസ്തുവിനെ വാസ്തവമായി സേവിക്കുക. കർത്താവാകുന്ന ദൈവസന്നിധിയിൽ നീ എളിയവനായി തീരുക. ദൈവത്തിന്റെ വചനം അതേപോലെ അനുസരിക്കുക. മനസ്സിലാവാത്തത് അറിവില്ലാത്ത മനുഷ്യരോടും പാസ്റ്ററെന്നും ഡീക്കനെന്നും ഒക്കെ അറിയപ്പെടുന്ന വ്യക്തികളോട് നിങ്ങൾ ചോദിക്കാതെ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക. ഈ ഭൂമിയിൽ അറിവില്ലാത്ത ദൈവദാസന്മാരാണ് പറയുന്നത് യേശുക്രിസ്തു സ്നാനപ്പെടുന്നത് പാപമാണെന്ന്. അങ്ങനെയുള്ളവനോട് ചോദിച്ചിട്ട് എന്തോ ഗുണം? എന്തോ ഗുണം? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവവചനം തുറന്ന പുസ്തകം നിന്റെ കയ്യിലുണ്ട്. നീ ഏത് ഭാഷയിലാണ്, നീ ഏത് ഭാഷക്കാരനാണോ ആ ഭാഷയിൽ ആ വചനം നിനക്ക് പ്രിന്റ് ചെയ്ത് നിന്റെ കൈ തന്നിട്ടുണ്ട് ദൈവം. മലയാളം അറിയാവുന്നതിന് മലയാളത്തിൽ, ഹിന്ദി അറിയാവുന്നതിന് ഹിന്ദിയിൽ, ഇംഗ്ലീഷ് അറിയാവുന്നതിന് ഇംഗ്ലീഷിൽ, ഏത് ഭാഷ വേണമെങ്കിലും ലോകത്തിലുണ്ടോ ആ ഭാഷകളിലെല്ലാം യേശുക്രിസ്തുവിന്റെ സത്യോപദേശം, സത്യവചനം പ്രിന്റ് ചെയ്ത് കർത്താവ് തൻ്റെ ദാസന്മാരിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാം? സകല മനുഷ്യരെയും ഒരേപോലെ ന്യായം വിധിക്കേണ്ടതിന്. പ്രിയരെ, കർത്താവായ യേശുവിലേക്ക് തിരിയുവാൻ യേശുക്രിസ്തു നിന്നെ ബുദ്ധി ഉപദേശിക്കുന്നു. എളിയവനെ അവൻ എന്ത് ചെയ്യുന്നു? പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. ദരിദ്രനെ, എന്ത് ദരിദ്രന്? സ്വർഗരാജ്യ നിമിത്തം ദാരിദ്ര്യമായിരിക്കുന്നവനെ. അപ്പൊ നീ സ്വർഗരാജ്യ നിമിത്തം ദരിദ്രനാണോ? അങ്ങനെയാണെങ്കിൽ ദൈവമായ കർത്താവ് നിന്നെ കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. ആത്മാവിൽ ദരിദ്രയായവൻ ഭാഗ്യവാൻ, സ്വർഗരാജ്യം അങ്ങനെയുള്ളതെന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആരാണ് ദരിദ്രൻ? ആത്മാവിൽ ദരിദ്രനാകുക. സമ്പന്നനാണെന്ന് നിനക്ക് തോന്നുമെങ്കിൽ, അങ്ങനെ ഒരു ചിന്താഗതി നിന്നിലുണ്ടെങ്കിൽ, സാത്താൻ നിന്റെ ഉള്ളിലുണ്ട്, നിന്റെ മനസ്സിലുണ്ട്. അത് ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് കർത്താവിന്റെ സന്നിധിയിൽ എളിമപ്പെട്ട് ആ തൃപ്പാദപീഠത്തിൽ വീണ് കടന്ന് നിലവിളിച്ച് കരഞ്ഞ കർത്താവേ, അടിയൻ ദരിദ്രനാണേ, അടിയനെ നിത്യജീവങ്കിലേക്ക് നടത്തണമേ, തിരുവെഴുത്തും പ്രകാരം നിലവിളിച്ച് കണ്ണുനീരോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കണ്ണുനീര് കൊണ്ട് പാദം നനയ്ക്കുന്ന ആ നനച്ച വിശുദ്ധ ജനത്തെ പോലെ, വിശുദ്ധ സ്ത്രീകളെ പോലെ തിരുമേനിയുടെ സന്നിധിയിൽ പ്രിയ സഹോദര താണു വീണ് അപേക്ഷിക്കുക. സർവശക്തൻ നിന്നിൽ പ്രസാദിച്ചാൽ നിനക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാം. ഈ വാക്കുകളാൽ ദൈവമായ യേശുക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.